ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Tastyqueens. ഇന്ന് നെല്ലിക്ക ചേർത്തൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 3 നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തതാണിത്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 5 വറ്റൽമുളക്, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എള്ള് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉഴുന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 5 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. 5 വറ്റൽമുളക് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം എരിവ് ഉണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെല്ലിക്കയുടെ ഒക്കെ സീസണല്ലേ, നമ്മുടെ വീട്ടിലില്ലെങ്കിലും പുറത്തൊക്കെ ഇറങ്ങി ഏത് ഷോപ്പിലും നെല്ലിക്ക കിട്ടുന്നൊരു കാലമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. അതും കൂടെ ചേർക്കാം. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നമുക്ക് ചോറിനും ഇഡ്ഡലി ദോശ ഇതിലേക്കൊക്കെ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പുളി ചേർത്തിട്ട് ആണ് ഈ ചമ്മന്തി അരയ്ക്കുന്നത്. പുളി ചേർക്കാതെയും ഉണ്ടാക്കാം, പക്ഷേ പുളി ചേർക്കുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 സ്പൂണ് കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. കടുകൊക്കെ പൊട്ടി മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നും കൂടി ചേർക്കാനുണ്ട്. ഒരു പിഞ്ച് കായം, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കാറുള്ള കായത്തിൻ്റെ പൗഡർ ഒരു പിഞ്ച് ചേർക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് Tastyqueens.